ഇനി വളരെ ആവേശകരമായ വാർത്തയിലേക്കാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ. അസമിൽ രണ്ടാം സെമിയിൽ പഞ്ചാബിനെ 4 ഗോളിനാണ് തകർത്തത്. കേരളത്തിനായി മുഹമ്മദ് റിയാസ് ഇരട്ട ഗോൾ നേടി. അജ്സലും വിഘ്നേഷും ഓരോ ഗോൾ അടിച്ചു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ സർവീസസ് ആണ് കേരളത്തിന്റെ എതിരാളികൾ. Arjun, that's the opener. Wonderful corner floated in, and it's Mohammad Atsal with his 5th goal of the tournament. Along the carpet, and the follow-up comes as well. A chance again. Kerala makes it 2-0. Brilliantly done. Let's take a look at Bibin Ajayan coming a long way, and eventually setting it up. Atsal loses out possession, but nonetheless Kerala wins it back in the box, and that's number 3. What a phenomenal strike! And boom, the ball. And now that's a mispass. 3 versus 1. Trouble loading out on the horizon. Lovely layoff, a chance! And Mohammad Riaz fires home the killing blow. A good little push out there from Sajish. Almost arranged on a silver platter. And Mohammad Riaz stepping up, locked and loaded. And the moment the target വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. കേരളത്തിന് സന്തോഷമാണ്. കാരണം സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ എത്തിയിരിക്കുന്നു. അസമിനെ എത്ര ഗോളിനാണ് തകർത്തത്? ഒപ്പം മുഹമ്മദ് റിയാസിന്റെ ഇരട്ട ഗോൾ, അത്യുഗ്രം പ്രകടനം എങ്ങനെ വിലയിരുത്താം കൃഷ്ണരാജ്? അശ്വതി, ഇന്ന് 4 ഗോൾ സന്തോഷമാണ്. 8ാമത്തെ ഫൈനലിലേക്ക് 8ാമത്തെ കിരീടം ലക്ഷ്യമിട്ട് കേരളം ഫൈനലിൽ എത്തിയിരിക്കുന്നു. പഞ്ചാബിനെയാണ് പരാജയപ്പെടുത്തിയത്. 4 ഗോളിൻ്റെ വിജയമാണ് കേരളം നേടിയത്. ആദ്യ പകുതിയിൽ കേരളത്തിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. തുടക്കം മുതൽ 35 മിനിറ്റ് വരെ കേരളം മാത്രമായിരുന്നു കളം നിറഞ്ഞ് കളിച്ചത്. അവസാന 10 മിനിറ്റിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും 3ാമത്തെ ഗോളും വീണതോടെ വീണ്ടും പ്രതിരോധത്തിലേക്ക് പോവുകയായിരുന്നു പഞ്ചാബ്. 30ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സലിലൂടെയാണ്, സെമിയിലും അജ്സൽ ഗോൾ നേടിയിരുന്നു. 30ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സൽ ഗോൾ നേടുന്നു. 34ാം മിനിറ്റിൽ മുഹമ്മദ് റിയാസ് ഗോൾ നേടുന്നു. വിഘ്നേഷ് എം 45ാം മിനിറ്റിൽ ഗോൾ നേടുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ കേരളം 3 ഗോളുകളുടെ ആധിപത്യം നേടിയിരുന്നു. ഒരുപക്ഷെ പഞ്ചാബിന് അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ 2ാം പകുതിയിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നുള്ളൂ. തുടക്കത്തിൽ 2ാം പകുതിയുടെ തുടക്കത്തിൽ മിന്നുന്ന ചില പ്രകടനം കാഴ്ചവെക്കാൻ പഞ്ചാബ് ശ്രമിച്ചുവെങ്കിലും കേരളത്തിൻ്റെ പ്രതിരോധം സമർത്ഥമായി അതിനെയൊക്കെ നേരിട്ടു. മത്സരം അവസാനിക്കാൻ 7 മിനിറ്റുകൾ ബാക്കി നിൽക്കെ കേരളത്തിന് വേണ്ടി മുഹമ്മദ് അജ്സാൽ 15ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടി. അജ്സാൽ തന്നെ 4ാമത്തെയും ഗോൾ നേടി കേരളത്തിന് വിജയം ഉറപ്പിക്കുകയായിരുന്നു. 74-ലും 92-ലും 93-ലും 2002-ലും 2004-ലും 2018-ലും 2022-ലുമാണ് കേരളം സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടത്. 88-ലും 89-ലും 90-ലും 91-ലും ഫൈനലിൽ തോറ്റു. 94-ൽ 2000-ൽ 2003-ൽ 2013-ൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷവും ഫൈനലിൽ തോറ്റ് തിരിച്ചു വരാനായിരുന്നു കേരളത്തിന് വിധി. പക്ഷേ ഇത്തവണ അസമിൽ തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനമാണ് കേരളം കാഴ്ചവെക്കുന്നത്, കേരളത്തിൻ്റെ കുട്ടികൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ 8ാം കിരീടം നേടാനാകുമോ എന്ന ആകാംക്ഷയാണ് ഇനി. സർവീസസ് ആണ് കേരളത്തിന് ഫൈനലിൽ എതിരാളികൾ. ഈ ലീഗിൽ ഇതുവരെ കേരളം ഒറ്റത്തവണ മാത്രമാണ് പരാജയപ്പെട്ടത് ഗ്രൂപ്പ് ഘട്ടത്തിൽ. അതാകട്ടെ സർവീസസിനോടാണ്. സർവീസസ് എത്രമാത്രം മികച്ച ടീമാണ് എന്നത് അതിന് തെളിവുമാണ്. പക്ഷേ ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരളത്തിന് 8ാം കിരീടം മുത്തമിടാനാകും എന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക് ഇപ്പോഴുള്ളത്. ടീമും വളരെ സന്തോഷത്തിലാണ്. ടീം ആകെയും ഒത്തിണക്കത്തോടെ മികച്ച ഫുട്ബോൾ പുറത്തെടുക്കുന്നത് വലിയ പ്രതീക്ഷ കേരളത്തിന് നൽകുന്നുണ്ട്. അശ്വതി, കൃഷ്ണരാജ്, ഈ സെമിയിൽ കണ്ടതുപോലെ ഒരു അറ്റാക്കിംഗ് ഗെയിം തന്നെ ആയിരിക്കുമോ നമുക്ക് ഫൈനലിലും ഈ സർവീസസിനെതിരെ കേരളം നടത്താൻ ഒരുങ്ങുന്നത്? എങ്ങനെ വിലയിരുത്താം? ഇത്തവണ കേരളം ആക്രമണ ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. അറ്റാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മധ്യനിരയുടെ മികവിൽ കൃത്യമായി മുന്നേറ്റ നിരയിൽ പന്തുകൾ എത്തിച്ച്, എന്നാൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കൗണ്ടർ അറ്റാക്കുകളെ സമർത്ഥമായി പ്രതിരോധിച്ച് ഒരു ടോട്ടൽ ഫുട്ബോളാണ് കേരളം ഇത്തവണ സന്തോഷ് ട്രോഫിയിൽ കാഴ്ചവെച്ചത്. അത് ഒരുപക്ഷെ കരുത്തരായ സർവീസസിനോട് മാത്രം കാര്യമായി നടന്നില്ല. ഗോൾ നേടാനായാലും ഇതുവരെ 15 ഗോളുകളാണ് കേരളം നേടിയത് എന്നോർക്കണം. അതായത് മുന്നേറ്റ നിരയും മധ്യനിരയും എത്രമാത്രം ആവേശകരമായ ഫുട്ബോൾ കാഴ്ചവെക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. 15 ഗോളുകൾ നേടുമ്പോൾ 3 ഗോളുകൾ മാത്രമാണ് കേരളം വഴങ്ങിയത്. പക്ഷേ ആ 3 ഗോളുകളിൽ ഒരെണ്ണം സർവീസസിൻ്റെ വകയായിരുന്നു. അതുകൊണ്ട് തന്നെ സർവീസസുമായുള്ള ഫൈനലിൽ നേരിയ മുൻതൂക്കം സർവീസസിന് ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ വിജയത്തിൻ്റെ പേരിൽ പറയാം എങ്കിൽ പോലും ഫൈനൽ പോരാട്ടമാകുമ്പോഴേക്കും കേരളം സർവ്വതും മറഞ്ഞ്
ടോട്ടൽ ഫുട്ബോൾ, ആക്രമണ ഫുട്ബോൾ കാഴ്ചവെക്കുമെന്നും വിജയിക്കുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി കൃഷ്ണരാജ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ വ്യാഴാഴ്ച ഇരട്ടി സന്തോഷമാണ്. സന്തോഷ് ട്രോഫിയിൽ കേരളം ഫൈനലെത്തിയിരിക്കുന്നു. വി എസ് കൃഷ്ണരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.